സിനിമയിലെ എഴുതപ്പെട്ട മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിയ ഒരു മഹാരാഷ്ട്രക്കാരൻ ശിവാജി റാവു ഖേക്വാദ്. ഒരു സാധാരണക്കാരിൽ നിന്നും ആരും അസൂയയോടെ നോക്കിക്കാണുന്ന ഉയരത്തിലേക്ക് ആ മഹാരാഷ്ട്രക്കാരൻ കടന്നു വന്നത് 1975 പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ്. ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത് സാർ. സിനിമാ ജീവിതത്തിലെ 49ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അദ്ദേഹം അന്ന് സൃഷ്ടിച്ച തരംഗം ഇന്നും ഉയരുകയാണ്. ബസ് കണ്ടക്ടർ ആയിരുന്ന ഒരു സിനിമാമോഹി ഇന്ന് ആരും ആഗ്രഹിക്കുന്ന സ്റ്റാർഡം സ്വന്തമാക്കി. തന്റെ കണ്ണുകൾ കണ്ട് കെ ബാലചന്ദർ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ മഹാരാഷ്ട്രക്കാരൻ പിന്നീട് ഒരു അത്ഭുതമായി മാറി. സ്റ്റൈൽമനൻ എന്ന പരിവേഷത്തോടുകൂടി അദ്ദേഹം തമിഴ് സിനിമാ രംഗത്ത് നിലയുറപ്പിച്ചു. ഇന്ത്യൻ സിനിമാ രംഗത്ത് 4.5 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന രജനീകാന്ത് എന്ന അത്ഭുതം. മുത്തു എന്ന സിനിമയിലൂടെ ജപ്പാൻകാരെ പോലും അദ്ദേഹം സ്വന്തം ഫാനാക്കി മാറ്റി. പരസ്യചിത്രത്തിൽ അഭിനയിക്കാത്ത ഏക സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം രജനീകാന്ത്. താൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും തൻ്റെതായ ഒരു കയ്യൊപ്പ് സ്റ്റൈൽമനൻ എന്നും സൂക്ഷിച്ചിരുന്നു. സിഗരറ്റ് മുതൽ കൈവിരലുകൾ കൊണ്ട് മുടി ചീകുന്നത് വരെ സ്റ്റൈൽ തന്നെ. തമിഴിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും അദ്ദേഹം വിസ്മയം തീർത്തു. കന്നഡയിൽ കഥാസംഗമം, തെലുങ്കുവിൽ അന്തലേനി കഥ, മലയാളത്തിൽ അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഹിന്ദിയിൽ അന്താഖാനൂൻ. അദ്ദേഹം ഇംഗ്ലീഷിലും അഭിനയിച്ചു ബ്ലഡ് സ്റ്റോൺ. അങ്ങനെ എല്ലാ ഭാഷകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. അന്നാമലൈ, ഭാഷ, പടയപ്പ, ചന്ദ്രമുഖി, കാല, കബാലി, ജയിലർ, ഇങ്ങനെ നീളുന്നു രജനീകാന്ത് സാർ നമുക്ക് തന്ന ദൃശ്യവിസ്മയങ്ങൾ. അനാരോഗ്യം വേട്ടയാടിയപ്പോഴും തന്റെ ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം പ്രേക്ഷകർക്കായി തിരിച്ചു വന്നു. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, 2 തവണ പ്രത്യേക പരാമർശം ഉൾപ്പെടെ 6 തവണ മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ മഹാനടനെ തേടിയെത്തി. വില്ലനായി എത്തി സഹനടനായി മാറിയ ഒരു ഹീറോ ഭൈരവിയിലൂടെ സൂപ്പർ സ്റ്റാറായി മാറി ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ തലൈവർ. ഹാപ്പി ബർത്ത്ഡേ രജനീകാന്ത് സാർ.